അപ്പൊ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ സ്വന്തം അജയ് ചേട്ടനും സാക്ഷ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവര് രാവിലെ വന്നതാണ്. അറൗണ്ട് ഒരു 11 10:30 ആയപ്പോഴത്തേക്കും വന്നതാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളിങ്ങനെ എന്താണ്, ഒന്നാമേ ഭയങ്കര ചൂടാണ്. ഇവരിപ്പോൾ കായംകുളത്തുനിന്ന് വണ്ടി പിടിച്ച് ഇവിടെ വരെ എത്തി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുവാണ്. ആക്ച്വലി വെയിലുണ്ട്, പക്ഷെ എന്നാലും വലിയ വെയിലില്ല, മഴക്കാറുണ്ട്. അപ്പോൾ എവിടെയും അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ കുറേ കാലം കൂടിയിട്ടാണ് ഞാനും സാക്ഷിയും അഞ്ചും ഒരുമിച്ച് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെന്തൊക്കെയാ, അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ വ്ളോഗിൽ കാണിക്കാം ഗായ്സ്. പിന്നെ നമ്മുടെ പൊന്നു അപ്പോൾ ഒന്ന് വീട്ടിലേക്ക് പോവാണ്. പൊന്നുവിൻ്റെ മുഖത്ത് അതിൻ്റെ ഒരു സങ്കടം കാണാനുണ്ട്. ഉണ്ടോ പൊന്നു? സങ്കടം ഉണ്ടല്ലേ? സാരല്ല, അവൾ അടുത്ത ആഴ്ച പിന്നെ ഇങ്ങോട്ട് തന്നെ വരും. അപ്പൊ ഇന്നത്തെ അതിന്റെ വിശേഷം നമുക്ക് കാണാം. ഓക്കെ, പുറത്തേക്ക് ഇറങ്ങി എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് വെച്ചാൽ ഒന്ന് സാക്ഷിന്റെ വീട് വരെ പോവാൻ വിചാരിക്കുന്നു. എവിടെ വരെ എത്തുമെന്ന് അറിയില്ല. ഓക്കെ, ഫൈനലി ഗൈസ് വി റീച്ച്ഡ്. സാക്ഷിന്റെ വീട്ടിലെത്തി. അങ്ങനെ ഞങ്ങൾ ഏറെ നേരത്തെ ഒരു യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ സാക്ഷിന്റെ വീട്ടിലെത്തി. നല്ല സൂപ്പർ വെയിൽ, പക്ഷെ വിചാരിച്ചത്ര വെയിലില്ല കേട്ടോ. ഹായ് അപ്പൂപ്പന്താടി. അപ്പൂപ്പന്താടി കണ്ടിട്ടുണ്ടോ ഗൈസ്? അപ്പൂപ്പന്താടി. അയ്യോ, സാക്ഷി ഞങ്ങൾക്ക് സ്നേഹത്തോടെ ടാങ്ക് കലക്കി തന്നു. ഈ തണുപ്പത്ത് തണുപ്പത്തല്ലോ അല്ല, ഈ ചൂടത്ത് ഈ തണുത്ത വെള്ളം കുടിക്കാൻ നല്ല സുഖമല്ലോ. അഞ്ചോടിന് മിക്സർ കഴിക്കാറ്. സാക്ഷിയാണ്ട് വരും. അങ്ങനെ ഞങ്ങൾ സാക്ഷീൻ്റെ വീട്ടിൽ നിന്ന് ആക്ച്വലി ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ ഒരു കൂട്ടുകാരിയുടെ വീടും കൂടെ ഉണ്ട് ഇവിടെ അടുത്ത്, പിങ്കൻ്റെ വീടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, പിടിക്ക്. അങ്ങനെ നമ്മൾ സാക്ഷീൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ എത്തിക്കുക. ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് എന്താണ് നമ്മുടെ അജയ് ചേട്ടൻ്റെയും സാക്ഷിൻ്റെയും മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. വെഡ്ഡിങ് ആൽബം. ആക്ച്വലി കല്യാണത്തിന് എനിക്ക് എൻ്റെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം പങ്കെടുക്കാൻ പറ്റിയില്ല. ഇവള് തലേദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വന്നല്ലേ, വെഡ്ഡിങ് ആൽബം ഒന്ന് നോക്കിയാലാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പറ്റിച്ചു ഗൈസ്. ഫസ്റ്റ് പേജിലൊന്നുമില്ല. അമ്പോ ആരപ്പാ ഗൈസ്. ഇവിടെ മറ്റേ MITൻ്റെ വണ്ടി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അഞ്ജുവിന് ഓടിക്കാൻ ഒരു മോഹം. അണ്ടേ കയറുന്നുണ്ട്. വീഴോ? അത് പെട്രോൾ ടാങ്ക് അല്ലേ? വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഞങ്ങൾ എവിടെയോ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അജയ് ചേട്ടൻ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടെ പോകാം. നമ്മുടെ ഗൈഡേഴ്സ് ആണ്. അവരുടെ ഇൻഡിക്കേറ്റർ വർക്കാവുന്നില്ലെന്ന് തോന്നുന്നു. എന്റെ രണ്ടും കൂടെ
ഇതാണ് കഴിച്ചത്, ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. ഇതെന്താണിത്? തുടങ്ങി. എനിക്ക് ചോക്കോബാർ മതി. ആക്ച്വലി ഞങ്ങൾ ടയേർഡായി ഗൈസ്. പക്ഷെ ഞങ്ങളിവിടെ എന്താണ് ഇത് സ്ഥലത്തിന്റെ പേരെന്താ? ചുനക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഭയങ്കര രസമുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് രണ്ട് സൈഡിലും നെൽവയൽ, നടുക്ക് കൂടെ ഒരു റോഡ്. നല്ല രസമുണ്ട് ആക്ച്വലി കാണാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു മൺസൂൺ സീസണിൽ മഴേൻ്റെ ടൈമിലൊക്കെ നല്ല രസമായിരിക്കും. ഞങ്ങൾ വെയിലുള്ള ഒരു ടൈമിലാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഉള്ളത്. സമയം 5:30 എങ്ങാണ്ടായി, എന്നാലും പക്ഷേ വെയിലാണ്. ഒരു ഈവനിങ് ടൈം അല്ലെങ്കിൽ മോർണിംഗ് ടൈമൊക്കെ ആയിരിക്കും നല്ലത്. അജയ് ചേട്ടൻ ക്യാമറയും കൊണ്ടാണ് വന്നത് ഗൈസ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്ന് ഫോട്ടോസ് എടുക്കാം. ഇവിടേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ വിചാരിച്ചു ഫോട്ടോസ് എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പം അജയ് ചേട്ടൻ വീട്ടിൽ കയറിയിട്ട് ക്യാമറ എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ഥലം നല്ല രസമുണ്ട്. ഇവർ പറയുന്നത് മൺസൂൺ ടൈമിലാണ് ഇവിടെ ഭയങ്കര ഭംഗി, കാരണം ഈ റോഡടക്കം ഫുള്ള് വെള്ളം കയറുമെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ഏരിയ ഫുള്ള് വെള്ളത്തിൽ കവറാവും. നല്ല രസമായിരിക്കും അപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. പക്ഷെ ഞാൻ പോത്ത് ജയിനെ പോത്ത് ഗൈസ്, ഇതിന് മേലെ കണ്ട കുറേ മറ്റേ എന്താണ് കുരുവീൻ്റെ കൂട് കണ്ട, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന തൂക്കണാങ്കുരുവി എന്നാണ് ഞങ്ങളുടെ അവിടെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പം അഞ്ചു അതിൻ്റെ കൂട് വേണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെറുതെ പറമ്പിലേക്ക് ഇറങ്ങിയപ്പം ഒരു കൂട് കിട്ടി. കണ്ടോ, അത് കൂടല്ലേ? നോക്കട്ടെ, മുട്ടയുണ്ട്. അയ്യോടാ, ഞാൻ വീട്ടിൽ കൊണ്ട് വീയോ? ഇത് ചൂട് വേണ്ടേടി, ചൂടടിച്ച ഇത് ഇപ്പൊ തന്നെ നശിച്ചാണ്. എന്നാ കളഞ്ഞിട്ട് എനിക്ക് കൂട് തരുമോ ചേട്ടാ? അയ്യോ ദേ കൂട് അത് പഴയ കൂടെ ആണോ? തൂക്കണാങ്കുരുവിന്റെ കൂട് കണ്ടോ? ഇത് കണ്ടോ ഗൈസ്? അയ്യോ, ഇതിന് മേലെ നോക്കിയേ. അയ്യോ, ഇതിനകത്ത് കാണാൻ തോന്നുന്നു. കണ്ടോ, ഇഷ്ടമായൊരു കൂടല്ലേ? അങ്ങനെ ഗൈസ്, നമ്മുടെ അഞ്ചൂട്ടന് കൂട് കിട്ടി. കൂട് സന്തോഷായോ അഞ്ചൂട്ടാ? ഇവള് ഈ അജയ് ചേട്ടന്റെ കയ്യിൽ രാവിലെ വീഡിയോ കോള് വിളിച്ചപ്പോ ഇത് കണ്ടപ്പോ മുതൽ അവൾക്ക് ഇത് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവിടെ തന്നെ വെച്ചേക്ക്, അതിന്റെ അമ്മ എങ്ങനെ വന്ന് നോക്കുവാണെങ്കിലോ. അങ്ങനെ ഞങ്ങള് വേറൊരു വയലോരത്ത് എത്തി ഗൈസ്. ഈ സ്ഥലത്തിന്റെ പേരെന്താന്ന് വെച്ചാൽ, ഈ സ്ഥലത്തിന്റെ പേരെന്നാ? ചിന്നക്കര. സോറി, ആ സെയിം പേര് തന്നെയാണ് ഇവിടത്തെ പേരും. ഈ എല്ലാ തെങ്ങിന്റെ മേലെ ഉണ്ടല്ലോ നിറയെ ആ തൂക്കണാങ്കുരുവിന്റെ കൂടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം, ഇത്രയും ഒരു കൂട് ഇങ്ങനെ തെങ്ങിന്റെ മേലെ കാണുന്നത്. ഞാൻ എൻ്റെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല. അഞ്ചു അത് കിട്ടിയ എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ നിൽക്കുക. പിന്നെ അതിനകത്ത് മുട്ടയുണ്ടല്ലോ. അപ്പോൾ അത് ശരിക്കും എന്ത് ചെയ്യും അല്ലേ? കഷ്ടം. ഇന്നലത്തെ കാറ്റിലെങ്ങാനും ചിലപ്പോൾ താഴെ വീണതായിരിക്കും. പക്ഷെ അതിനകത്ത് 2 മുട്ടയുണ്ടെന്നേ. പാവം അതിൻ്റെ അമ്മ അല്ലേ. ഓ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് അന്നും പെണ്ണിനും വേറെ വേറെ കൂടൊക്കെയാണ്. നമുക്ക് അജയ് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. ഇത് ഇങ്ങനെ വരുന്നത് അടിഭാഗം ഓപ്പൺ ആയിട്ടിരിക്കുന്നത് ആൺകിളിയുടെ കൂടെ. അതിനകത്ത് കയറി നടിച്ചിരിക്കും. ഓ, ഇങ്ങനെയുള്ളത് ഇങ്ങനെ താപ്പോട്ട് വാല് പോലെ കിടക്കുന്നത് പെൺകിളിയുടെ കൂട്. അത് അതിനകത്ത് കയറി മുട്ട ഇട്ടിട്ട് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനകത്ത് മുട്ട ഇടാൻ പറ്റത്തില്ല. അതിന് ഞാനും ഓർത്തേ ഇതെന്ത് ഇങ്ങനെ ഇരിക്കുന്നേന്ന്. ഓ, ഇഷ്ടംമാതിരി കിളികളല്ലേ. ഇതെനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. ഇത് ആണിന്റെ കൂടും ഇത് പെണ്ണിന്റെ കൂടുവാന്നുള്ളത് എൻ്റെ ഒരു പുതിയ അറിവായിരുന്നു. ഫൈനലി തിരിച്ചു പോവുകയാണ് ഗൈസ്. തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് പറഞ്ഞു. ഞാൻ ഗൈസ് വൈകിട്ടായില്ല. അപ്പൊ ഒരു ചായയും കൂടെ കുടിച്ചിട്ട് ഞങ്ങള് പിരിയാന്ന് വിചാരിച്ചു. അങ്ങോട്ട് ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് സ്ഥലം ഇത് ചുനക്കരയാണ്.
പറയൂ സാക്ഷി, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. രാവിലെ തൊട്ട് വെയിലെല്ലാം കൊണ്ട് സുഖം. എന്നാലും കൊറേ മാസമായി നമ്മളെ കണ്ടിട്ട്. ആ ഇവളെ അന്ന് കൊണ്ടുവിടാൻ അന്ന് തലേന്ന് നിങ്ങൾ വന്നതാണ്. ഞാൻ ഓർക്കണം. അങ്ങനത്തെ ഒരു ദിവസമാണ്. അഞ്ചൂനാണ് വേണ്ടത്തേക്ക് ജനുവരിയിൽ നമ്മള് ഒരു 3-4 ദിവസം ഞങ്ങൾ ആക്ച്വലി കണ്ടിട്ട്. ഞങ്ങളെ ഒരുമിച്ചിട്ടായിരുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും ഇത് കാണാൻ സാധിച്ചാൽ ഭയങ്കര സന്തോഷം. ഒട്ടും പ്രതീക്ഷിച്ചുള്ള ഗൈസ്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഈ കുട്ടി വ്ലോഗ് എൻഡ് ചെയ്യിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ? ലൈക്ക് ചെയ്യാൻ പറയും, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ബെൽ ബട്ടൺ അല്ല നീ ഇപ്പൊ അടിക്കണ്ട. ഓക്കെ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ ബൈ. ഇനി ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വീട്ടിലേക്ക് പിരിഞ്ഞു പോവുകയാണ് ഗൈസ്. ഞങ്ങള് ചായ സെറ്റായി. അപ്പൊ ഞങ്ങളിനി വീട്ടിലേക്ക് പോവാണ്. ഞാനിനി നാളെ രാവിലെ എറണാകുളത്തേക്ക് തിരിച്ചു പോകും. അഞ്ചു ബാക്ക് ടു ട്രിവാൻഡ്രം, നീ ബാക്ക് ടു വീട്. ഓക്കെ, ബൈ.